കൈ നോക്കി ആയതുകൊണ്ട് ഇതിലിടാൻ പറ്റും. കണ്ടോ കണ്ടു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ കയ്യിലുള്ള കമ്മൽ കളക്ഷൻസ് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ എൻ്റെ കമ്മൽ കളക്ഷൻസ് അല്ല, എൻ്റെ അനിയത്തിയുടെയാണ്. പക്ഷേ ഞാനും മേടിച്ച കുറച്ച് കമ്മലൊക്കെ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം അവളുടെ കയ്യിൽ കുറേ കമ്മലുകളുണ്ട്. അവളത് കുറേ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവളുടെ കയ്യിൽ ഇഷ്ടംപോലെ കമ്മലുകളുണ്ട്. അപ്പോൾ ഇതാണ് കമ്മലുകൾ. അപ്പോൾ ഇതാണ് കമ്മൽ കളക്ഷൻസ്. അപ്പോൾ ഇത് അവൾ ഒരു പെട്ടി പോലത്തെ ഒരു സാധനത്തിൽ കുറേ റാക്കൊക്കെ ഉണ്ട്. അതിലേക്ക് ഇങ്ങനെ കമ്മലുകൾ വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ മരുന്നിൻ്റെ പാത്രം. ഇതിൽ അവൾ അവിടെ സ്റ്റെഡുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ എൻ്റെ കുറച്ച് കമ്മലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പെട്ടി അങ്ങ് തുറക്കാം. ഇതിൽ കുറേ കമ്മലുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കമ്മലിൻ്റെ അത്ര വലിയ ഫാനല്ല. ഞാൻ കമ്മലുകളൊന്നും അങ്ങനെ ഇടാറില്ല. എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ഞാൻ പോയി ഞാൻ അങ്ങനെ കമ്മലൊന്നും സൂക്ഷിച്ചിരിക്കുന്നത്. ഞാൻ അവളുടെ റൂമിൽ പോകും, ഏതെങ്കിലും ഒരു കമ്മലെടുക്കും, അത് ഇട്ടും എന്നിട്ട് പോകും. ഞാൻ അങ്ങനെ കമ്മലിനോട് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ എൻ്റെ അനിയത്തി നേരെ തിരിച്ചാണ്. അവൾക്ക് കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്രേസാണ്. എവിടെ പോയാലും അവൾ കമ്മൽ മേടിക്കും. അതിപ്പോൾ പള്ളിപ്പെരുന്നാളിന് പോയാലും കമ്മൽ മേടിക്കും, വലിയ വലിയ ഫാൻസി സ്റ്റോറിൽ പോയാലും അവൾ കമ്മൽ മേടിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കമ്മൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പെയർ വരുന്നത് ഇതാണ്. ഇതൊരു നല്ല അടിപൊളി കമ്മലാണ്. ഇത് ചെറിയ മിററൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടം. ഇത് എൻ്റെ കമ്മൽ, ഞാൻ മേടിച്ച കമ്മലാണ്. ഇത് കണ്ടോ, നല്ല രസമുള്ളൊരു കമ്മലാണ്. ഇതാണ് ഫസ്റ്റ് പെയർ ഓഫ് കമ്മൽ. സെക്കൻഡ് പെയർ കാണിച്ചു തരാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കമ്മലാണ്. ഇത് നല്ല സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ഒരു അടിപൊളി കമ്മലാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നല്ലൊരു കമ്മലാണ്. ഇതിങ്ങനെ ഇട്ടാൽ എങ്ങനെ ഇരിക്കും. ഇതാണ് ഈ കമ്മൽ. ഇനി ഞാൻ വേറൊരു കമ്മൽ കാണിച്ചു തരാം. ഇത് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഈ കമ്മൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പ്രത്യേകതര ഒരു ഭംഗിയുണ്ട് ഈ ഒരു കമ്മലിന്. ഇതാണ് കമ്മൽ. നല്ല ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന കമ്മൽ. നല്ല ഒരു ചെറിയ കിലുക്കൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു കമ്മലാണ്. നല്ലൊരു കമ്മലാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ്. ഇതും ഞാൻ ഇടാറുണ്ട്, അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇടാറുണ്ട്. പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കമ്മലാണ്. ഇത് മിക്കതും വരുന്നത് സിൽവറിൻ്റെ ആണ്. പിന്നെ നമുക്ക് ഗോൾഡിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ സിൽവറിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. എനിക്ക് സിൽവർ ജ്വല്ലറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഇത് അത്യാവശ്യം നല്ലൊരു സിൽവറിൽ വരുന്ന ഒരു കമ്മലാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കമ്മലാണ്. കണ്ടോ. ഇനി ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഇതൊരു സിൽവർ ബ്ലാക്കിൽ വരുന്നൊരു ടൈപ്പ് കമ്മലാണ്. കണ്ടോ, ഇതാണ് കമ്മൽ. അത്യാവശ്യം നല്ലൊരു കമ്മലാണ്. അത്യാവശ്യം നമ്മുടെ കുർത്തിയുടെ കൂടെയും അതേപോലെ തന്നെ ഉടുപ്പുകളുടെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് കമ്മലാണ്. ഇത്തിരി അത്ര ഹെവി അല്ലാത്തത്, പക്ഷെ കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാലും അത്ര ഹെവി അല്ല. ഇതാണ് അടുത്തത്. ഇനിയൊരു കമ്മൽ കാണിച്ചു തരാം. ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു കമ്മലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതാണ് കമ്മൽ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ ജുംക്ക വരുന്നില്ലേ, എനിക്ക് ഇങ്ങനത്തെ കമ്മലുകൾ ഇഷ്ടമാണ്. ജുംക്ക വരുന്ന ടൈപ്പ്. ഇതെനിക്ക് ഈ കുർത്തിയുടെ കൂടെയും പിന്നെ എന്താ പറയുക ഉടുപ്പുകളുടെ കൂടെയും പിന്നെ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ടൊക്കെ അടിപൊളി ടൈപ്പ് കമ്മലാണ്. അത്യാവശ്യം നല്ലൊരു എലഗൻറ്റും പിന്നെ ഒരു ഹെവി ലുക്ക് തോന്നിക്കും. എന്നാൽ ഇത് അത്ര ഹെവി അല്ല. അതാണ് ഇതിൻ്റെ രസം. ഇത് അത്ര ഹെവി അല്ല, പക്ഷെ ഒരു ഹെവി ലുക്ക് ഈ ഒരു കമ്മൽ തോന്നിക്കും. പിന്നെ കാതിലിട്ട് കഴിഞ്ഞാൽ നല്ല ഫുള്ളായിട്ട് കിടക്കുന്ന പോലെയും തോന്നിക്കും. എനിക്ക് ഇങ്ങനത്തെ കമ്മലുകൾ ഇഷ്ടമാണ്. ഇത് ഇങ്ങനത്തെ ജിംക്ക ടൈപ്പ്. ഇനിയുള്ളൊരു കമ്മൽ ഞാൻ കാണിച്ചു തരാം. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ സെലക്ഷനാണ് കേട്ടോ. ഈ കമ്മൽ എൻ്റെ അമ്മയുടെ സെലക്ഷനാണ്. പക്ഷെ ഇതൊരു അത്യാവശ്യം നല്ല കമ്മലാണ്. ഈ സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുഞ്ഞി കമ്മലാണ്. ഇത് ചുരിദാറിനൂടെ സാരിയുടെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇങ്ങനത്തെ കമ്മലൊക്കെ. പക്ഷെ ഈ കമ്മൽ എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ഒരു പൂവിൻ്റെ ഒക്കെ ഒരു ഡിസൈനിൽ വരുന്ന കമ്മലല്ലേ, അതിലെന്തുണ്ട്, ഏതെങ്കിലും ഒരു കമ്മലെടുക്കുക, അതിടാ, പോകാം. ഓക്കെ,
ഈ വേറൊരു സിമ്പിൾ ബ്ലാക്ക് കമ്മൽ കാണിച്ചാൽ ഇത് തന്നെ ഒരു സിമ്പിൾ ബ്ലാക്ക് കമ്മൽ. അതാ ഒരു സിമ്പിളാണ്, നമുക്ക് എവിടെ എന്തിൻ്റെ കൂടെ ജീൻസിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം ഈ കമ്മൽ. ചെറിയൊരു കുഞ്ഞൊരു കമ്മലാണ്, കണ്ടോ ഇങ്ങനെ കിടക്കും, കുഞ്ഞു കമ്മലാണ്. ഞാൻ കമ്മലിൻ്റെ അത്ര ഫാനല്ല, അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ കമ്മലിൻ്റെ അത്ര വലിയ ഫാനല്ല. അപ്പോൾ ഈ ഒരു കമ്മലാണ് എനിക്ക് ചെറുപ്പം തുടങ്ങി ഞാൻ ഈ കമ്മലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ മാമൂദീസയ്ക്ക് എൻ്റെ അനിയത്തിൻ്റെ മാമൂദീസയ്ക്ക് ഞാൻ കൊടുത്ത കമ്മലാണ്. അത് ഞാൻ ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കണം. അതാണ് ഈ കമ്മലിൻ്റെ കഥ. ഈ കമ്മൽ ഞാൻ ഇപ്പോഴും അന്നും ഇടുന്നു ഇന്നും ഇടുന്നു എന്നും ഇടുന്നു. ഒരിടയ്ക്ക് ഞാൻ ഒരു ജിംക പോലത്തെ ഗോൾഡിൻ്റെ ജിംക കണ്ടുപിടിച്ചു. അത് ഞാൻ ഇട്ടു. അത് നല്ല രസമുണ്ട്. കുറച്ച് നാളത്തേക്ക് ഞാൻ ഇട്ടു. പക്ഷേ കുറച്ച് റീസെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ബാക്ക് ഒന്ന് ഇതായി പോയി. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഗോൾഡ് ആണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. കാരണം എൻ്റെ സ്കിന്നിന് ഇത് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തുടങ്ങി എൻ്റെ സ്കിന്ന് പഴുക്കാൻ തുടങ്ങും, കാത് കുത്തിയോട്ട് പഴുക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഇതിങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാനും പറ്റില്ല. അപ്പം എന്തെങ്കിലും ഒരു ഒക്കേഷന് പോയി ഞാൻ ഈ കമ്മലിട്ടാൽ പിന്നെ അപ്പം തന്നെ ഗോൾഡിലേക്ക് മാറും, അല്ലെങ്കിൽ ആ കമ്മലിൻ്റെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ പഴുക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തന്ന കമ്മൽ. ഇനി നെക്സ്റ്റ് കമ്മൽ കാണിച്ചു തരാം. ഇതാണ് നെക്സ്റ്റ് കമ്മൽ. ഇതും ഒരു അത്യാവശ്യം സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ്. ഇങ്ങനത്തെ കമ്മലുകൾ ഇടുന്നതിനും എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനത്തെ തിന്നല്ലേ ഇതൊക്കെ, അപ്പം ഇത് ഇങ്ങനത്തെ ഇടുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് സമയം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാതിന് ഇൻഫെക്ഷൻ ആവുന്നു. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് പിന്നുള്ളൊരു സെറ്റ്, നല്ലൊരു പിങ്ക് ക്യൂട്ട് സിൽവർ കോമ്പോയിൽ വരുന്നൊരു ജിംക. ഇനി വരുന്ന കോമ്പിനേഷനാണ് ഈ ഒരു റെഡും സിൽവറും കോമ്പോ. ഇത് അത്യാവശ്യം നല്ലൊരു ഇതായിട്ടാണ്. ഇത് റെഡ് കളർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഈ ഒരു റെഡ് ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ്, കണ്ടോ. യെസ്. ഇനി ഞാനൊരു സിമ്പിൾ കമ്മൽ കാണിച്ചു തരാം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഇതൊരു ഗ്രീനിഷ് പേസ്റ്റൽ ഗ്രീനിൽ വരുന്നൊരു സിമ്പിൾ കമ്മലാണ്, കണ്ടോ. ഒരു ഹെവി അല്ല ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇടണം എന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കമ്മൽ. ഇത് അത്യാവശ്യം നല്ലൊരു പിങ്കിൽ വരുന്ന, പിങ്ക് തന്നെയല്ലേ ഇത്? ഇതൊരു പിങ്കി വരുന്ന ഒരു ഷെയ്ഡാണ്. അത്യാവശ്യം നല്ലൊരു ടൈപ്പ് കുഞ്ഞ് ജിംക്കയാണ്. കുഞ്ഞിതായിട്ട് കുഞ്ഞി ജിംകാസൊക്കെ ഇടാൻ ഇഷ്ടം. എനിക്ക് ജിംക്ക ഭയങ്കര ഇഷ്ടമാണ്. ജിംകാസൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇനി വരുന്നത് എൻ്റെ മിക്ക ഇതിൽ ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന, അതിന് മിക്ക സ്ഥലങ്ങളിലും മിക്ക പരിപാടികൾക്കൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ടൈപ്പ് കമ്മലാണ്. ഇതൊക്കെ അവിടെ കമ്മലടിച്ച് മാറ്റിക്കൊണ്ടുവന്നത്. ഇതെനിക്കിഷ്ടമാണ്. ഇത് ഞാൻ പറഞ്ഞു എനിക്ക് ജിംക മോഡൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, നല്ല രസമുള്ളൊരു പെയറല്ലേ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെയറാണ്, സൂപ്പറാണ്. അടിപൊളിയായിട്ടുള്ളൊരു ജിംക്കയാണ്. പക്ഷെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജിംക പെയറാണ്. പക്ഷെ ഇത് എനിക്ക് കുറച്ച് വലിയതാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പൂവ് എനിക്ക് ഭയങ്കര വലിയതാണ്. എനിക്ക് വലിയതായിട്ട് എൻ്റെ കാതിന് ചേരുന്ന പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും ഇറ്റ്സ് എ ഗുഡ് വൺ. കണ്ടോ, നല്ലൊരു പേസ്റ്റൽ. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ലൊരു കളറല്ലേ, കണ്ടോ, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കളർ, അത് നല്ലതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ കോപ്പർ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ജുംക്കയാണ്, കണ്ടോ. അയ്യോ കൈ നോക്കി. ഇതാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് കോപ്പർ ജുംക്ക. ഇതും അത്യാവശ്യം നല്ലൊരു ജിംക്കയാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് വലിയതാണ്. എനിക്ക് ഇങ്ങനത്തെ വലിയത് ഇഷ്ടമല്ല. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് അത്ര ചെയ്തില്ല. അപ്പം ഇത് എൻ്റെ കാത് ഭയങ്കര ഒരു എന്തോ പോലെ ഇരിക്കും, കണ്ടോ. അപ്പോൾ എനിക്കത് അത്ര താല്പര്യമില്ല. എത്ര റൗണ്ടായിട്ട് വരും. ഇനി വരുന്നൊരു സിമ്പിൾ ജിംക്കയാണ്, കണ്ടോ. ഇത്ര ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ജിംക്ക. ഇത് ഞാൻ വേണമെങ്കിൽ ഇതിലിട്ട് കാണിച്ചു തരാം. എൻ്റെ റിങ് ആയതുകൊണ്ട് ഇതിലിടാൻ പറ്റും, കണ്ടോ. കണ്ടു, ഇതാണ് വേറൊരു ടൈപ്പ് ജിംക്ക. ഇട്ടാൽ നല്ല രസമല്ലേ. എനിക്കിത് ഊരാൻ മടിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിട്ട് കാണിച്ചേനെ. എനിക്കിത് ഇഷ്ടമാട്ടോ. കാരണം എനിക്ക് ജിംക്ക എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. ജിംക്ക വീക്ക്നെസ് ആയിട്ട് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിംക്ക. പക്ഷേ എനിക്ക് ജിംക്കകളൊക്കെ ഇത്ര ഇഷ്ടമാണെങ്കിലും ഞാൻ ജിംക്ക അങ്ങനെ വാങ്ങിച്ചിടുന്ന പരിപാടിയൊന്നുമില്ല. കമ്മലിൻ്റെ ക്രേസ് എൻ്റെ അനിയത്തിക്കാണ്. എന്നാലും ഞാൻ കമ്മൽ ഇടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ജിംക്കയാണ് ഇഷ്ടം കുറച്ചും കൂടി. ഇനി ഒരു സിമ്പിൾ ജിംക്കയാണ്. ഇതാകണ്ടോ, ഒരു ബ്ലൂ കളർ തിരിച്ച് കാണിച്ചത്. ഇതാണ് ഒരു ബ്ലൂ കളർ ജിംക്ക. ഇത് അത്യാവശ്യം നല്ലൊരു ജിംക്കയാണ്, കണ്ടോ. നല്ല രസമുള്ള ജിംക്ക. ഇങ്ങനെ കിരി എന്ന് വെച്ച് വെക്കും, രസമല്ലേ. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ജിംക്ക. അതാണ് ഈ ജിംക്ക. ഇനി നെക്സ്റ്റ് വൺ, ഇത് സുഡിയോന്ന് വാങ്ങിച്ചതാട്ടോ. ഈ ഒരു കമ്മൽ ഇത് പെയറായിട്ട് വാങ്ങിച്ചതാണ്. സുഡിയോന്ന് വാങ്ങിച്ചതാണ് ഇത്. അപ്പോൾ ഇതിൽ കുറേ റിങ് ടൈപ്പുകൾ വരുന്നുണ്ട്. അതിലൊരു ടൈപ്പ് റിങ്ങാണ് ഇത് നമ്മുടെ ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു എലഗൻറ്റ് ലുക്ക് കിട്ടാൻ ഓഫീസ് വെയറിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. നല്ലൊരു കമ്മലാണ്. പിന്നെ നെക്സ്റ്റ് വൺ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ റിങ് ടൈപ്പ് വന്നത് സ്റ്റുഡിയോയുടെ മീൻസ് ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ കുറേ റിങ് ടൈപ്പ് കമ്മലുകൾ ഉണ്ടായിരുന്നു. അതിൽ ഇനിയൊരു പെയറാണ് ഈ സ്റ്റാറിൻ്റെ. ഇതും നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരും. ഓഫീസ് വെയറിനൊക്കെ പറ്റിയ ഒരു ടൈപ്പാണ്.
ഇനി നെക്സ്റ്റ് വൺ ഇങ്ങനത്തെ ഒരു കമ്മലാണ്. ഇത് കണ്ടോ, ഇതിൽ ഇവിടെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഈ കമ്മല്. എന്നിട്ട് ഇതിൽ ഇങ്ങനെ ഇടാൻ പറ്റുന്നത്. ഇതിവിടെ ഇട്ട് ഇങ്ങനെ നല്ലൊരു പച്ച ഇതിങ്ങനെ തൂങ്ങിക്കിടക്കും. എനിക്ക് ഇങ്ങനത്തേനോട് വലിയ താല്പര്യമില്ല, പക്ഷെ ഇതെൻ്റെ അനിയത്തിയുടെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ വാങ്ങിച്ചു. ഇതൊരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കമ്മലാണ്. കണ്ടോ, ഇതൊരു ഹെവി എന്താ പറയുക, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഹാഫ് സാരീസൊക്കെ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ കമ്മലിട്ടാൽ സൂപ്പറായിരിക്കും. ഒരു ട്രഡീഷണൽ ഹെവി വർക്ക് വരുന്ന ടൈപ്പ് കമ്മലുകളാണ്. ഇറ്റ് ഈസ് നൈസ്. അത്യാവശ്യം നല്ല അടിപൊളി ടൈപ്പ് ഓഫ് കമ്മലുകളാണ്. ഓക്കെയാണ്. ഈ ഒരു കുഞ്ഞി ജിംക, ഇതെന്താ വരാത്ത ഓക്കെ, കുഞ്ഞി ജിംക, കുഞ്ഞി ജിംകാസ്. ഈ ജിംക അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജിംക്കയാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ജിംക്ക. ഈ കുഞ്ഞി ജിംകാസ് എനിക്കിഷ്ടമാണ്. ഇതാണ് നെക്സ്റ്റ് കമ്മൽ. അപ്പം ഇതാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. തന്നെ അമ്മ വാങ്ങിച്ചാണോ അവൾ വാങ്ങിച്ചാണോ എന്ന് എനിക്കറിയില്ല, അനിയത്തി വാങ്ങിച്ചാണോ അറിയില്ല. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തേനോട് വലിയ താല്പര്യമില്ല. എന്നാലും രസമുള്ളൊരു ടൈപ്പാണ്. ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. കണ്ടോ. നെക്സ്റ്റ് വൺ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടാണ്. അതായത് ഇപ്പോൾ ഇത്രയും കാണിച്ച ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നതിൽ കൂട്ടുന്ന ഒരു കമ്മലാണ് ഈ ഒരു കമ്മൽ. ഒരു ബ്ലൂയിഷ് സിൽവറിൽ വരുന്ന ഈ കമ്മൽ നല്ലൊരു മയിലിൻ്റെ ഷേപ്പൊക്കെ ഉള്ളൊരു കമ്മലാണ്. ഇത് നല്ല രസമായിരിക്കും. ബ്ലൂ കളറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതാണ് പിന്നെ വരുന്നൊരു പെയർ. എന്താ പറയുക, ഒരു ജിമിക്കാണ്. കണ്ടോ, നമ്മുടെ കുർത്തയുടെ കൂടെ അനാർക്കലിയുടെ കൂടെ നല്ല ഹെവി ആയിട്ട് സാരിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഹെവി വർക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് കമ്മലാണ് ഇങ്ങനത്തെ കമ്മൽ. കുർത്തയുടെ കൂടെ ഒന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് കുർത്തയുടെ കൂടെ ഒന്നും ഇടാൻ പറ്റത്തില്ല. എങ്ങനെ നോക്കിയാലും നമ്മുടെ സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക ലെഹങ്കാസ് അങ്ങനത്തെ പാർട്ടി വെയർ സാധനങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഇത്. അത്യാവശ്യം ഹെവിയാണ്. ഇട്ടാൽ നല്ല കാത് നിറച്ച് കമ്മലിരിക്കുന്നവരെ തോന്നും. അടിപൊളിയാണ്. ഇനിയാണ് നമ്മുടെ സ്റ്റഡിൻ്റെ സെഷനിലേക്ക് പോകുന്നത്. സ്റ്റഡല്ല, പക്ഷെ ചില റിങ്ങുകളും ഇതിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ സ്റ്റഡാണ്. അപ്പം ഞാനിതിൽ ആദ്യത്തെ സ്റ്റഡ് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ സ്റ്റഡ്. ഒരു പ്ലെയിൻ ബ്ലൂ കളർ സ്റ്റഡ്. ഇതൊക്കെ അവൾ കാഷ്വൽ റെഗുലർ വെയറിന് യൂസ് ചെയ്യുന്നത്. എൻ്റെ അനിയത്തിക്ക് എനിക്ക് പറയുന്ന പോലത്തെ ഒരു പ്രശ്നവുമില്ല. അവൾക്ക് ഏത് കമ്മൽ വേണമെങ്കിലും ഇടാം. അവൾക്ക് സ്വർണ്ണം ഇട്ടില്ലെങ്കിൽ ഈ കമ്മലിട്ടായാലും അവൾക്ക് എല്ലാ ദിവസവും വർഷത്തിലെ 365 ദിവസവും ഇങ്ങനെ നടക്കാം. പക്ഷെ എനിക്കത് പറ്റില്ല. അപ്പോൾ ഇതും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറിൻ്റെ ഒരു കമ്മലാണ്. നൈസ് കമ്മലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതേപോലത്തെ ബോളിൻ്റെ കമ്മലാണ്. ഇതും അവൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവളിങ്ങനെ കമ്മൽ മാറ്റി മാറ്റി കളിക്കുന്ന ആളാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇഷ്ടമുള്ള കമ്മലിടാമല്ലോ. അങ്ങനെ മാറ്റി മാറ്റി ഇടുന്ന സ്റ്റഡ് പോലത്തെ കമ്മൽ. ഇതെനിക്ക് അത്യാവശ്യം നല്ലൊരു കമ്മൽ. ഞാൻ സെലക്ട് ചെയ്ത കമ്മലാണ്. കണ്ടോ, ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു നല്ലൊരു പൂവിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്റ്റഡ്. നല്ല രസമുള്ള സ്റ്റഡാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനിത് അവൾക്ക് വാങ്ങിച്ച് കൊടുത്ത ഒരു കമ്മലാണ്. നെക്സ്റ്റ് വണ്ടാ ഇങ്ങനത്തെ ഒരു പെയർ ഓഫ് സ്റ്റഡാണ്. ഒരു പീച്ച് കളർ. ഇതൊക്കെ പഴയതായി ഒരുപാട് നാൾ മുമ്പ് മേടിച്ചൊരു കമ്മലാണ്. പക്ഷെ അവളത് ഇപ്പോഴും സൂക്ഷിച്ച് വെക്കും. നല്ല അവൾക്ക് എങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ ഇടാലോ എന്ന് വിചാരിച്ചാൽ അവളത് ഇപ്പോഴും സൂക്ഷിച്ച് വെക്കും. അടുത്തതും ഒരു ബോൾ കമ്മലാണ്. കണ്ടോ, ഇങ്ങനെ വരുന്ന ഒരു ബോളിൻ്റെ കമ്മലാണ്. ഇതും അവൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് കമ്മൽ തന്നെയാണ്. പിന്നെ വരുന്നതാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കമ്മൽ. ഇതിലിങ്ങനെ മുത്ത് പോലെ ഇരിക്കും. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്മൽ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കമ്മൽ ഇഷ്ടമല്ല. സോ അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവൻ മേടിച്ചു. അടിപൊളി കമ്മൽ. നേരത്തെ കാണിച്ച പിങ്കിൻ്റെ അത് തന്നെ നേരെ പേർപ്പിൾ കളറായിട്ട് വരും. ഇത് നല്ലൊരു ബേബി പേർപ്പിൾ, നല്ലൊരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിൽ വരും. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു കമ്മലാണ്. ഇതൊരു തിരിഞ്ഞു വരാം. ഇതൊരു പ്ലെയിൻ ഹാർട്ടിൽ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ കുത്തുകളൊക്കെ വരുന്ന ടൈപ്പാണ്. ഇതും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു
കമ്മലാണ്, ഹാർട്ടിൻ്റെ ഷേപ്പ്. ഇതിൽ മിക്ക സ്റ്റഡുകളും അവൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റഡുകളാണ്. അവൾക്ക് ഇങ്ങനെ ഹെവി ആയിട്ടൊന്നും എപ്പോഴും വീട്ടിലിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിടാൻ പറ്റുന്ന മിനിമൽ ആൻഡ് സ്മോൾ ടൈപ്പ് ഓഫ് കമ്മലാണ്. പിന്നെ വരുന്ന ഈ ഒരു പൂവിൻ്റെയാണ്. ഇത് അവൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടൈപ്പ് കമ്മലാണ്. ഇത് കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ഇതൊരു ഫാൻസി ടൈപ്പ് ഓഫ് കമ്മലാണ്. കണ്ടോ, ലൈനായിട്ടിരിക്കുന്നത്. ഇതും ആ ഒരു മാലയുടെ സെറ്റിൻ്റെ കൂടെ കിട്ടിയ കമ്മലാണ്. അതിൻ്റെ മാല അവൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇതിലെ കമ്മലാണ്. ഇതും ഒരു സെറ്റിൻ്റെ കമ്മലാണ്. വൈറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കമ്മലാണ്. ഇതാ ഇങ്ങനെ വരും കമ്മൽ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്മലാണ്, അത്യാവശ്യം രസമുള്ളൊരു കമ്മലാണ്. കണ്ടോ, ഇങ്ങനെ വരും. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമുള്ളൊരു കമ്മലാണ്. സ്റ്റുഡിയോന്ന് എടുത്ത പോലത്തെ കമ്മലിൻ്റെ ഒരു ടൈപ്പാണ് ഈ ഒരു വൈറ്റ് കളറ്. ഇത് ഞാൻ ഇടയ്ക്ക് ഇടുന്ന കമ്മലാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നൊരു കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ കമ്മൽ. ഇതാണ് ലാസ്റ്റ് കമ്മൽ. ഇതൊരു മുത്തുപോലെയുള്ളൊരു ഡിസ്കോ ലൈറ്റൊക്കെ പോലത്തെ ഒരു കുഞ്ഞു മുത്ത് ബോൾ കമ്മലാണിത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു കമ്മലാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കമ്മലിൻ്റെ കളക്ഷൻസ്. ഇതിൽ കുറേ കമ്മൽ എൻ്റെ അനിയത്തിയുടെ ഉണ്ട്, കുറേ കമ്മൽ എൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് അവളാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളുടെ കൊടുക്കും. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് പോകും, തപ്പിയെടുക്കും, ഇട്ടിട്ട് പോകും, അങ്ങനെ. അപ്പോൾ ഇത്രയാണ് അവളുടെ കമ്മലിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കമ്മലിൻ്റെ കളക്ഷൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് മാത്രം പോകരുത് കേട്ടോ, ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ലവ് യു, ഉമ്മ.